ഗായ്സ്, ഇന്ന് സൺഡേ ആയിട്ട് ഞാനിത് എങ്ങോട്ടാണെന്നല്ലേ, ഇന്ന് നമ്മുടെ ഒരു ചേച്ചിയുടെ വൈറ്റുപൊങ്കാലയ്ക്ക് പോവുകയാണ് ഞാൻ. അപ്പോൾ താണ്ടി ഇത് നമ്മുടെ പുല്ലൂർ പാലമാണ് കേട്ടോ, പുതുതായിട്ട് പണിഞ്ഞത്. അതുപോലെ തന്നെ ആറ്റിലൊന്നും വെള്ളമേ ഇല്ലേ, വെള്ളമെല്ലാം വറ്റിയാണ്ട് പാറയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്ന പോലായി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ലേ പോകുന്നത്, ചേച്ചിയും ചേട്ടനും എല്ലാവരും വരുന്നുണ്ടേ. അപ്പോൾ ആണ്ട് ഇത് നമ്മുടെ പുനലൂർ തൂക്കുപാലമാണ് കേട്ടോ. അപ്പോൾ പുനലൂരുകാരും കൊല്ലംകാരൊക്കെ ഇത് കാണുവാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ. അപ്പോൾ ഞാനാണ് കേട്ടോ ആദ്യമേ വന്നത്. ചേച്ചിയും ചേട്ടനും ഒക്കെ വരുന്നത് അഞ്ചലിൽ നിന്നാണ്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ താണ്ട് അവർ വന്നു കേട്ടോ. ഇതാണ് കേട്ടോ അവർ. അപ്പോൾ ആണ്ട് ജാനിയൊക്കെ ഉണ്ട്. ജാനിക്ക് എന്നെ കാണുമ്പോൾ ഭയങ്കര നാണമൊക്കെ കേട്ടോ. ജാനിക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നോട് ഓരോന്ന് പറയണം, അങ്ങനെ ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാകും കേട്ടോ. ഭയങ്കര സ്നേഹം വന്നാലും വഴക്കാണ്. അപ്പോൾ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് കൊടുക്കാമേ. എവിടെ പോന്നു? അങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വന്നു കേട്ടോ. ഇതാണ് കേട്ടോ ചേച്ചി കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചി എടുത്ത് ഞാൻ ഇന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തേൻ്റെ പോസ്റ്റൊക്കെ ചെറുങ്ങ് നിന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ പലഹാരങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കുവാണ്. അപ്പോൾ പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു, എൻ്റെ സബ്സ്ക്രൈബ്സിനൊക്കെ ഒരു ഹായ് തരാൻ പറഞ്ഞപ്പോഴത്തേന് അവർ ഹായ് ഒക്കെ തന്നു കേട്ടോ. ഞാൻ ഇവരെ ഹായ് തരുന്നുണ്ട്, എല്ലാവർക്കും വേണ്ടിയുണ്ട്, എല്ലാവർക്കും ഹായ് ഒക്കെ തന്നു. പിന്നെ അതുപോലെ അല്ലാണ്ട് ഇത് നമ്മുടെ നിള ബേബിയാണേ. നിളക്കുട്ടിക്ക് പനി ആയതുകൊണ്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോഴെല്ലാം ചെയ്തത് കേട്ടോ. ഇത് നമ്മുടെ ഒരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ കഴിക്കാനൊക്കെ കയറി. നമ്മൾ വന്നപ്പോഴത്തേന് കഴിക്കുന്ന സമയമായിരുന്നേ. അപ്പോൾ അവിടെ സദ്യയൊക്കെ കഴിച്ചു, പായസമൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു സദ്യയായിരുന്നു. ഫുള്ള് കഴിച്ചു ഞാൻ കേട്ടോ. അപ്പോൾ അവിടെ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം ഇവരെ പറഞ്ഞു വിടുന്ന ചടങ്ങാണ് കേട്ടോ. അപ്പോൾ അവിടെ ചേട്ടനാണെങ്കിൽ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ചേച്ചി ഇറങ്ങി പൊക്കോണം, അങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങ്. അപ്പോൾ അവിടെ ചേട്ടൻ്റെ പേര് മിഥുൻ എന്നാണ്, ചേച്ചിയുടെ പേര് സിത്താര എന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചി പോവുകയാണ്. അങ്ങനെ നമ്മൾ ചേച്ചി യാത്രയൊക്കെ ആക്കി വിട്ടു. അതിനുശേഷം നമ്മൾ കുറേ കഴിഞ്ഞാണ് പോയത് കേട്ടോ. വയറൊക്കെ നിറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടീസിന് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർ കിടന്ന് തുള്ളിച്ചാടുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ ഞാൻ നിളയോടൊന്ന് പറഞ്ഞൊന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോഴത്തേന് എന്തോ പറ്റി ഒരു സ്മൈലൊക്കെ ചെയ്തിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞാണ് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. എല്ലാവരും സദ്യ കഴിച്ചതിൻ്റെ ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു, ഉച്ചമയക്കത്തിലാണ് എല്ലാവരും കേട്ടോ. അവിടെ നിളയും ജാനിയൊക്കെ നല്ല ഉറക്കമാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ കയറിയായിരുന്നു നമ്മൾ വീടെത്താറായപ്പോൾ കേട്ടോ. അന്നേരം നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു. അതുകൊണ്ട് ജാനി ഉറക്കമായതുകൊണ്ട് ജാനിക്ക് നാരങ്ങ വെള്ളം കിട്ടിയില്ല. പക്ഷേ നിള ആ സമയമായപ്പോൾ എഴുന്നേറ്റുകൊണ്ട് നിളയ്ക്ക് നാരങ്ങ വെള്ളമൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.